സാർ, സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളുടെ സമയബന്ധിതമായ തീർപ്പാക്കലിന് ശക്തമായ IT അടിസ്ഥാന സൌകര്യങ്ങളും വിശ്വസനീയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതിനാൽ വകുപ്പിലെ ICT അടിസ്ഥാന സൌകര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നവീകരിക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിന് പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325.36 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. ആലപ്പുഴ ജില്ലയിൽ UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൂറിസം അമ്യൂണിറ്റി സെന്ററുകളും ഹൌസ് ബോട്ട് ടെർമിനലുകളും പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ആലപ്പുഴയിൽ ഹൌസ് ബോട്ട് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കളം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. പാതിരാമണൽ ദ്വീപ് ഇക്കോ ടൂറിസം കേന്ദ്രം, അതിന് മാസ്റ്റർ പ്ലാനോട് കൂടിയ പദ്ധതി നടപ്പാക്കും. മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി റോപ്പ് വേ സൌകര്യം ഏർപ്പെടുത്തും. മുസ്ലിം ടൂറിസം പദ്ധതി പ്രദേശങ്ങളിലെ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൌഹൃദമായ ടൂറിസം വികസിപ്പിക്കുന്നതിനായി മുസ്ലിം ടൂറിസം പദ്ധതി കൂടുതൽ വിപുലമാക്കും. സർ, ലൈവ് മ്യൂസിയം, പൈതൃക മ്യൂസിയങ്ങൾ, പരമ്പരാഗത ജലപാതകളിലൂടെ ബോട്ട് യാത്ര എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിക്കായി 19 കോടി രൂപ വകയിരുത്തുന്നു. ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി ആരംഭിക്കും. സ്ത്രീകളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇക്കോ, ജൈവ വൈവിധ്യ, കണ്ടൽക്കാട് ഫാം, കാർഷിക, ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. കേരളത്തിന്റെ തനത് പാരമ്പര്യവും ഭക്ഷ്യസംസ്കാരവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം ഹബ്ബുകളും സാംസ്കാരിക ടൂറിസം ഹബ്ബുകളും സ്ഥാപിക്കും. ബ്രാൻഡ് വയനാട് എന്ന ആശയം അവതരിപ്പിക്കും. അഷ്ടമുടി ടൂറിസം പ്രോത്സാഹിപ്പിക്കും. സ്ത്രീകൾ നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾ, ഹോം സ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തുടനീളം വിപുലീകരിക്കും. ഡിജിറ്റൽ ടൂറിസം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ടൂറിസം ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനുമായി 205.18 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ: ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻസ്, CEWRDM, MBGIPS, NATPAC, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, NHRI, KFRI, ശ്രീനിവാസ് രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അക്കാഡമിക് നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി 1032.28 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വകയിരുത്തുന്നു. കായിക വിനോദങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം അനിവാര്യമാക്കും. ഗേൾ ഫ്രണ്ട്ലിയാക്കി ഉള്ള പദ്ധതി, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്ന ആർത്തവ ശുചിത്വ സംരംഭം, എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സാനിറ്ററി നാപ്കിനുകൾ സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ സംസ്കരണത്തിലുള്ള സൌകര്യം ഒരുക്കുക, സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയും ശുചിയുള്ളതുമായി സൂക്ഷിക്കുക തുടങ്ങിയ ഗേൾ ഫ്രണ്ട്ലി ക്യാമ്പസ് കൂടിയാക്കി മാറ്റും. സർ, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായി മാറ്റുന്നതിനുമായി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉന്നത വിദ്യാഭ്യാസം. സമഗ്രമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കും. ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കും. സർ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാഡമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സംസ്ഥാന സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കും. ഇത് സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കും. അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഹാർവാർഡിൽ 100ഓളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. JNU
ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. സംസ്ഥാനത്തെ കോളേജുകളിൽ റാഗിങ്ങും ആക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. സാർ, ഇത് തടയാൻ കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടും സംസ്ഥാനത്ത് നടപ്പാക്കും. സർ, ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. അക്കാഡമിക് വിഷയങ്ങൾ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാഡമിക് കൌൺസിൽ രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കാനും കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നടപ്പിലാക്കും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 കോടി രൂപ നീക്കിവെക്കുന്നു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. കലാസാംസ്കാരിക മേഖലയ്ക്ക് ആകെ 203.93 കോടി രൂപ വകയിരുത്തുന്നു. തൃശൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെന്റർ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മഠത്തിന്റെ ചരിത്ര പ്രാധാന്യവും സ്വതന്ത്ര മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് സെന്ററിന്റെ നിർമ്മാണത്തിനുള്ള ധനസഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. കായിക യുവജന മേഖലയ്ക്ക് 173.77 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് ക്യാമ്പസുകളിലെ കളിസ്ഥലങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വിഷൻ 2036 നടപ്പാക്കും. സർ, വൈദ്യശുശ്രൂഷയും പൊതുജന ആരോഗ്യവും ആരോഗ്യ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകും. വൈദ്യശുശ്രൂഷയ്ക്കും പൊതുജനാരോഗ്യ മേഖലയ്ക്കുമുള്ള പദ്ധതി വിഹിതമായി 2076.02 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ ചെലവ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ ഇടപെടൽ നടത്തും. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ ഇപ്പോഴും ശോചനീയമായി തുടരുകയാണ്. ഇവിടങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ജീവനക്കാർ, ഉപകരണങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തിരുവനന്തപുരത്തെ 2ാം മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. ആരോഗ്യം, ആയുഷ്, ടൂറിസം, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.